വന്നവനും ഇരിക്കുന്നവരും വരുന്നവരുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഏവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇരുളഞ്ഞ ജീവിതയാത്രകളിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു മാനവരാശിയുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന് ആ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഹൃദയങ്ങളിൽ വന്ന് വസിച്ച് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ അത് പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞ് സ്നേഹത്തിന്റെ പ്രതീകമായ ക്രിസ്തുവിൽ വസിച്ച് മാനവരാശിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച ദൈവസ്നേഹം എത്ര വലിയതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ലോകത്തിൽ നാം കാണുന്ന പ്രതീകാത്മകമായ ഏതെങ്കിലും നന്മയുടെ വശങ്ങളെ തിരിച്ചറിയുന്നത് കൊണ്ടല്ല യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, സകല മനുഷ്യരോടും സകല പ്രിയപ്പെട്ടവരോടും ഒറ്റ വാക്കിൽ മറുപടി പറയുവാനായിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഏതു മനുഷ്യനും തിരിഞ്ഞു നോട്ടം നടത്തുന്നത്. പ്രതിഫലിച്ച കൂടാതെ തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇരുളടഞ്ഞ ജീവിതയാത്രയിൽ കടന്നു പോകുന്ന മാനവകുലത്തിന്റെ സകല രക്ഷയ്ക്കും കാരണമാകേണ്ടതിന് മണ്ണിലേക്ക് അവതരിച്ച മന്നവനായ ദൈവത്തിന്റെ സ്നേഹമാണ് ക്രൂശുമരണം എന്ന് പറയുന്നത്. യേശുക്രിസ്തു കുറ്റവാളിയായതുകൊണ്ടല്ല ക്രൂശുമരണത്തിൽ അവൻ ചുമൻ കൊടുക്കേണ്ടി വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പിതാവിന്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി തന്റെ പുത്രനെ സ്വമനസ്സാൽ ഏൽപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ജന്മം കൊണ്ട സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ ആ സ്നേഹം ഉയർത്തി കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ എന്താണ് നമുക്ക് ലഭ്യമായത് എന്ന് ചോദിച്ചാൽ, മണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഉന്നതമായ നന്മയല്ല, മറിച്ച് പാപത്തിന്റെ പരിഹാരത്തിനായി ഓടിയലയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ പാപക്കറകളെ കഴുകിക്കളയുവാൻ ഈ ലോകത്തിൽ കാണുന്ന ഒരു സംവിധാനങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ 2000 വർഷങ്ങൾക്കപ്പുറം മണ്ണിലേക്ക് അവതരിച്ച മന്നവനായ ദൈവത്തിന്റെ ആ വലിയ തിരുനടത്താൻ, പീലാത്തോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നുള്ള ആ തെളിവ് പോലെ കുറ്റമില്ലാത്തവന്റെ രക്തത്താൽ മാനവകുലത്തിന്റെ സകല പാപങ്ങളും അവൻ കഴുകിക്കളയുക. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, ഇരുളടഞ്ഞ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞ് നമ്മളെ പാപത്തിന്റെ പടുകുഴിയിൽ ആണ്ടുപോയ നമ്മളെ ക്രിസ്തുവിന്റെ മകനും മകളുമാക്കി തീർത്തു. ഇന്നുവരെയും അങ്ങനെ ഒരു മകനും മകളുമായിട്ട് തീരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹൃദയം ദൈവത്തിൽ പകർന്നുകൊണ്ട് ക്രൂശുമരണത്തെ ധ്യാനിച്ച് ക്രിസ്തുവിലേക്ക് അടുത്താൽ നിശ്ചയമായും നമുക്ക് പാപമോചനവും കർത്താവിന്റെ മകളും ആയി തീരുവാനായിട്ട് കഴിയും. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുന്നു, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങളും അറിയണം. അതാണ് ക്രൂശിലെ സ്നേഹം. ആ ക്രൂശിലെ സ്നേഹത്തിന്റെ വക്താക്കളായി, ആ ക്രൂശിലെ സ്നേഹത്തിന്റെ വ്യക്തികളായി ഞാനും നിങ്ങളും തീരേണ്ടതിനും അതിനായിട്ടുള്ള ഒരുക്കവും സമർപ്പണവും നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടതിനും നിത്യജീവന്റെ ഉടമകളായി കൂട്ടവകാശങ്ങളുമായി ആയി തീർന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിനായി നോക്കിപ്പാർത്ത് ലക്ഷ്യബോധത്തോടുകൂടെ നമുക്ക് പോകാം. യേശു വന്നു, യേശു ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. യേശു താമസം കൂടാതെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മകനും മകനുമാക്കി തീർത്ത
പ്രിയപ്പെട്ടവരെ ചേർക്കാൻ വാനമേഘങ്ങളെ തേരാക്കിക്കൊണ്ട് ഈ മണ്ണിലെ വിശുദ്ധന്മാരെ വിളിച്ചു ചേർക്കുന്ന ആ നല്ല സുന്ദരം നമുക്ക് അവരോടുകൂടെ പാർക്കേണ്ടതിന് ആ ക്രൂശിലെ സ്നേഹം ജീവനോടിരിക്കുന്ന ഇന്നേ സമയം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം. ഈ വാക്കുകൾ കൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ.